ഈ ഒരു പ്രണവമന്ത്രം 3 പ്രാവശ്യം അകാലത്തൂടെ അകത്തു നിന്നും വലിച്ച് പുറത്തേക്ക് വിടുന്ന പ്രണവം നിങ്ങളുടെ വയറിന്റെ അകത്തുള്ള ഗ്യാസിനെ അകറ്റുവാൻ വേണ്ടിയുള്ളതും. പ്രണവമന്ത്രം എന്നാൽ ജപത്തെ കുറിക്കുന്നതുമാണ്. ആ ജപമന്ത്രമാണ് പ്രണവം. ആ പ്രണവം ജപിക്കാം. ഓം ഗജാനനം ഭൂതഗണാദിതസേവിതം കവിത്വജം ഭുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഗം ഗണപതയേ നമഃ. ഓം മേഘദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ വിഘ്നോപശാന്തയേ. യാ കുന്ദേന്ദുതുഷാരഹരധവളായം ശുഭ്രവസ്ത്രായ വീണാവരദണ്ഡാമണ്ഡിതാകരായാം ശോധപദ്മാസനായ ബ്രഹ്മച്യുതശങ്കര പ്രഭൂതിവേ ദേവ സദാ സദാ പൂജിത സാമാം പാതും സരസ്വതീ. യാ കുന്ദേന്ദുതുഷാരഹരധവളായം ശുഭ്രവസ്ത്രായ വീണാവരദണ്ഡാമണ്ഡിതാകരായ ശോധപദ്മാസനായ ബ്രഹ്മച്യുതശങ്കര പ്രഭൂതിവേ ദേവ സദാ സദാ പൂജിത സാമാം പാതും സരസ്വതീ. ഓം സം സരസ്വതീ നമഃ. ഓം ഗുരോർബ്രഹ്മം ഗുരോർവിഷ്ണു ഗുരോർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ ജഗൽ സർവം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഷടാനനം കുങ്കുമാരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനം സുരസൈനനാദം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ജ്ഞാനമീരന്തസ്യ ജ്ഞാനജ്ഞാനശാലകയാ ചക്ഷുരോന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്നിവിടെ പറയാൻ പോകുന്നത് മകം പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് 11 ശനി സൂര്യനും അഷ്ടമത്തിൽ വ്യാഴവും നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു മാസം ഈ മകം പൂരം നക്ഷത്രക്കാർക്ക് 11 സൂര്യൻ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ലഭിക്കുന്ന ദിവസമാണ് ഇന്നു മുതൽ. ഇന്ന് 1-ാം തീയതിയാണ് മിഥുനം. അപ്പം മിഥുനം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ 11 സൂര്യൻ. ഈ 11 സൂര്യൻ 4 വിധത്തിലും നിങ്ങൾക്ക് ധനങ്ങളും മറ്റുള്ള കാര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഈ 11 സൂര്യൻ കൊണ്ടുള്ള ഗുണം അത്രയും ഒരു ശുഭകരമായ ഒരു ദിവസമാണ് ഇന്ന് തുടങ്ങി അടുത്ത 30-ാം തീയതി വരെ. അപ്പൊ ഈ 11 സൂര്യൻ നിങ്ങൾക്ക് ഇന്ന് മുതൽ ധനപ്രാപ്തി,
ആരോഗ്യസുഖം, മറ്റുള്ള എല്ലാ ഗുണങ്ങളും ലഭിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഈ 11 സൂര്യൻ എന്ന് പറയുന്നാൽ അതാണ് 11-ാം ഭാവാധിപൻ സൂര്യനും അഷ്ടമത്തിൽ വ്യാഴവും. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ സർവ്വരോഗ ദുരിതങ്ങളെ മുഴുവൻ മാറ്റുന്നു എന്ന് വിചാരിക്കുന്ന കണ്ടകശനിയൊക്കെ മാറിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു ശുഭമെന്ന് പറയാൻ ഈ 11 സൂര്യനാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് 30 ദിവസം വരെയും നല്ലൊരു ദിവസം എന്ന് പറയാം. ഇതിനാണ് ഗജകേസരി യോഗം, മറ്റേ യോഗം, ആ യോഗം, ഈ യോഗം എന്നൊക്കെ ജ്യോത്സ്യന്മാര് അവതരിപ്പിക്കുന്നില്ലേ. അത് ഈ 11 സൂര്യനെ കണ്ടിട്ട് പറയുന്നതാണ്. അപ്പോ ഈ 11 സൂര്യൻ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. അപ്പോ വയസ്സടിസ്ഥാനത്തിലും പ്രായാടിസ്ഥാനത്തിലും ഒക്കെ വെച്ച് പറയണമെങ്കിൽ പേരും നാളും വയസ്സും കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കത് പറയുവാൻ സാധിക്കുകയുള്ളൂ. എനിക്കിന്ന് തന്നെയല്ല, പഠിച്ച ആൾക്കാർക്ക്. അപ്പോ ഇന്നു മുതൽ ലോട്ടറി എടുക്കേ, കുറിയടിക്കേ, എന്തെങ്കിലും ചില ഗുണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ധനപ്രാപ്തിപരമായിട്ടുള്ള ഗുണങ്ങൾ അതെല്ലാം ഈ 11 സൂര്യൻ നിങ്ങൾക്ക് അനുഭവിക്കുന്നതാണ്. അപ്പൊ ഈ 11 സൂര്യനെ കൊണ്ടുള്ള ഗുണം അതാണ്. ഇപ്പോ എത്ര വയസ്സായി എന്ന് എനിക്കറിയില്ലല്ലോ, അത് നിങ്ങൾ പറഞ്ഞെങ്കിലും എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്നോട് ഈ സമയവും നാളും വയസ്സും തന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ അതേക്കുറിച്ച് ചോദിക്കുന്ന വ്യക്തിക്ക് മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. വെറുതെ കിടന്ന് കളകുളമൊക്കെ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. മകൻ നക്ഷത്രക്കാർക്ക് ഉള്ള ദുരിതങ്ങൾ ഒന്ന് കുറഞ്ഞ് എന്ന് പറയാം. മകം പൂരം കൂടിയെന്നൊന്നും പറയല്ല, കുറഞ്ഞ് മാറി എന്ന് തീർത്ത് പറയാനായിട്ടില്ലെങ്കിലും നല്ല പ്രായമാണെങ്കിൽ ഒരു 20, 26, 28, 30, 32 വയസ്സൊക്കെ പ്രായമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങൾ കാണാം. പ്രായമായിക്കഴിഞ്ഞാൽ രക്ഷയില്ല. ഇപ്പോ ഏത് ഗ്രഹനിലയിൽ ഏതാണ് സമയം എന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ പ്രായം എനിക്ക് കിട്ടണം. എങ്കിലും ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ഒരു നാളും നക്ഷത്രവും പേരും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ, വയസ്സും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇന്നതാണ് ഇന്ന സംഭവം എന്നുള്ളത്. നമ്മൾക്ക് വേണ്ടത് ഈശ്വരാധീനമാണ്. ആ ഈശ്വരാധീനം നിന്നിൽ എപ്പോൾ വിളങ്ങുന്നുവോ അന്ന് തുടങ്ങി നിനക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതിന് ഈശ്വരനെ വിളിക്കണം. പ്രണവമന്ത്രത്തോടുകൂടി നീ വിശ്വസിക്കുന്ന ഏതൊരു ദൈവമാണോ ആ ദൈവത്തിന്റെ മന്ത്രങ്ങൾ, മൂലമന്ത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ജപിച്ച് സിദ്ധി ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും. അല്ലാതെ ഒന്നും ഒരു ഗുണവും ലഭിക്കുന്നില്ല. ബാക്കിയുള്ള വീഡിയോ കാണണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ പറഞ്ഞു തരുന്നതാണ്.